മച്ചന്മാരെ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടാ. കൊണ്ടാട്ടിയുടെ ഒപ്പം വർക്ക് ചെയ്യണ ആതിര ചേച്ചിയുടെ കുട്ടിയുടെ 90 ചടങ്ങും കാര്യങ്ങളും ഉണ്ടാ. നമ്മ എന്തായാലും അവിടുത്തെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചിന്ന വീഡിയോ അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. കടമക്കുടി എന്ന സ്ഥലത്തേക്കാണ്ട യാത്ര. കൂടെ നമ്മുടെ പൊണ്ടാട്ടിയുടെ ചേച്ചിയുണ്ട് കേട്ടാ, കുട്ടിയുമുണ്ട്. അങ്ങനെ ഞാനും ലല്ലൂസും പൊണ്ടാട്ടിയും പൊണ്ടാട്ടിയുടെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയൊക്കെ ആയിട്ട് ഒരു ഹാപ്പി വൈബില് കടമക്കുടിക്ക് അങ്ങ് വെച്ച് പിടിച്ചിട്ടാ. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. ഫസ്റ്റ് തന്നെ നമ്മുടെ പരിപാടിയായിട്ടുള്ള ഗിഫ്റ്റ് കൈമാറ്റവും കൊച്ചിനെ കാണലും ചടങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് നടത്തി. കുട്ടിയുടെ പേര് മൃത്വി എന്നാണ് കേട്ടാ. കൊണ്ടാട്ടി മെറ്റർനിറ്റി ലീവ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിട്ടില്ലല്ലോ. അടുത്ത മാസം 2-ാം തീയതി മുതലാണ് ജോലിക്ക് പോണത്, അതായത് മാർച്ച് മാസം. അപ്പൊ സൗഹൃദങ്ങളൊക്കെ പുതുക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണിട്ടത്. ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ ഒരു കൂട്ടുകാരുടെ കയ്യിൽ കുട്ടിനെയും കൊടുത്തിട്ട് പൊണ്ടാട്ടി സൗഹൃദങ്ങൾക്ക് ഒരുപാട് മാസങ്ങളുടെ ഊർജവും സന്തോഷവും പകരായിരുന്നിട്ടാ. അതുപോലെ തന്നെ ഒരു അവസ്ഥ ഇരുന്നിട്ടാ പൊണ്ടാട്ടിയുടെ ചേച്ചിയായ ചിന്നേച്ചിയുടെ. സൗഹൃദങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു വിശപ്പിന്റെ വിളിയും കാര്യങ്ങളും വന്നത്. അങ്ങനെ ആചാരപ്രകാരം ലേഡീസ് ഫസ്റ്റ് എന്ന നിലക്ക് പൊണ്ടാട്ടിയും ടീമിനോടും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നോളാൻ പറഞ്ഞിട്ടാ. പറയാൻ കാത്തിരിക്കായിരുന്നു. അപ്പൊ തന്നെ ടീമും കൂട്ടുകാരൊക്കെ കൂടിയും ചാടി കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. പായസം കഴിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു കൂട്ടുകാരിക്കൊക്കെ നാണോണ്ട്. എന്തായാലും പൊണ്ടാട്ടി ഫുഡ് കഴിക്കണത് കൊണ്ട് കുട്ടിനെ നോക്കേണ്ട കടമ നമ്മുടെ ആയതുകൊണ്ട് കുറച്ചു നേരം ഒരു അമ്മുമ്മടയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മ നൈസായിട്ട് ആ കടമ്പ അങ്ങോട്ട് പാസ്സായിട്ടാ. ചേച്ചിയുടെ കുട്ടിനെ നോക്കാനായിട്ട് കൂട്ടുകാരത്തിന്റെ ഹസ്ബൻഡ് മൊബൈലില് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാ. നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഫുഡ് അടിയാണ്ടാ. ഓരോ കറികൾ വരുന്ന വീഡിയോകളും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ഉൾപ്പെടുത്തി. വിളമ്പാൻ നിൽക്കുന്ന ചേട്ടന്മാരെന്തായാലും എനർജറ്റിക് ആണ്ടാ. അതുപോലെ തന്നെ കറികളായി കഴിഞ്ഞു കഴിഞ്ഞാലും പായസം ആയി കഴിഞ്ഞാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. കഴിക്കുന്നതിന് മുമ്പ് സൗഹൃദത്തിന് മാറ്റി കൂട്ടാനായിട്ട് ഒരു സെൽഫി പോലെ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ടാ. വീഡിയോ എടുത്ത് കഷ്ടപ്പെടുന്ന നമ്മളെ കണ്ടപ്പോ തന്നെ പൊണ്ടാട്ടി വന്നിട്ട് ഞാൻ എടുത്തു തരാന്നും പറഞ്ഞ് പൊണ്ടാട്ടിയും ഒരു വീഡിയോ എടുത്ത് തന്നിട്ടാ. പപ്പടവും പഴവും കൂട്ടി ശർക്കര പായസം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞതോടുകൂടി നമ്മളങ്ങോട്ട് ഉഷാറായിട്ടാ. എന്തായാലും ഹാപ്പി ആയി. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഒരിക്കൽ കൂടി സൗഹൃദങ്ങൾ പങ്കുവെക്കുക, ഒരു ചിന്ന ഫോട്ടോഷൂട്ട് നടത്തുക, ഹാപ്പി ആയിട്ട് യാത്രയും പറഞ്ഞ് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു ആചാരത്തെ കുറിച്ച് ആ ചേച്ചി പറഞ്ഞ കേട്ടാ. വേറെ ഒന്നുമില്ല, നമ്മ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് അവിടെ നിന്ന് ഒരു പൊതി തരും കേട്ടാ. അതൊരു അവിലിന്റെ പൊതിയാണ്. അതെന്തായാലും അവില് വിളയിച്ചതും കാര്യങ്ങളാണെന്നാണ് ആ അമ്മ പറഞ്ഞത്. എന്തായാലും അവിടുത്തെ ഒരു ആചാരം അതായതുകൊണ്ട് അതും സ്വീകരിച്ച് നമ്മ എന്തായാലും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. കടമക്കുടിയുടെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കൊച്ചു കൊച്ചു പാലങ്ങളും അതുപോലെ തന്നെ ഈ പാലത്തുമ്പോൾ നിന്നിട്ടുള്ള വ്യൂ. രാത്രി കാലങ്ങളിൽ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നത് കാണാം. അങ്ങനെ ജംഗ്ഷൻ വരെ ഒരു ബറ്റാലിയൻ ടീം നമ്മുടെ ഓട്ടോറിക്ഷയിലുണ്ടായി. അവരെ ഇറക്കി നമ്മ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടാ.